ഹായ്. അതെ, ഞാനൊന്ന് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ട് ഇപ്പോൾ മുന്തിരി കൊത്തുണ്ടാക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നിയിട്ട് ഇത് അങ്ങനെ കുറേ നാൾ കഴിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ പയറെടുത്ത് വെച്ച് വറുത്തു, തേങ്ങ തിരികെ അതും വറുത്തെടുത്തു കേട്ടോ. വന്നിട്ട് പയർ പൊടിച്ച് പാത്രത്തിലോട്ട് വറുത്ത തേങ്ങയും കൂടെ ഇട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് ഒരു 1.5 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ശർക്കര പാനിയേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നുള്ള ഉപ്പും കൂടെ എന്തിട്ടായിരുന്നു കേട്ടോ. ശർക്കര നല്ല ചൂട് കേട്ടോ, അത് ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് കുഞ്ഞ് നന്നായിട്ട് കുഴച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നല്ല ഉരുളയാക്കി ഞാനൊരു പാത്രത്തോട്ട് മാറ്റി വെച്ചായിരുന്നേ. എന്നിട്ട് ഞാൻ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയായിരുന്നേ. ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടിയും 1/4 കപ്പ് മൈദാപ്പൊടിയും കൂടി ഞാൻ എടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല കുഴച്ചെടുത്ത് കട്ടിക്ക് കുഴച്ചെടുത്ത് എന്നിട്ട് ഞാൻ ഈ നമ്മളെ ബോൾസില്ലേ അതിലോട്ട് മുക്കി വറുത്ത് കോരി ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി വെക്കണം, ശരിയാവുന്നില്ല. അപ്പോൾ ശരിയായി. പിന്നെ എല്ലാം കൂടെ എടുത്തായിരുന്നു കേട്ടോ. അമ്മയാണ് കേട്ടോ ബാക്കി വറുത്തെടുക്കുന്നത്. ഞാൻ ഇപ്പുറത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സംഭവം സെറ്റായി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ അവർ അരിപ്പൊടി മാത്രം ഇടുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഞാൻ അരിപ്പൊടി മാത്രമല്ല കുറച്ച് മൈദപ്പൊടിയും കൂടി ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇതിൽ ഇട്ടതാണ്, ആ മൈദപ്പൊടി ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവം ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണോ കഴിച്ചുള്ളൂ. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, മക്കൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.